എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ യാത്രയാണ് പോകുന്നത്. കോട്ടയത്ത് നിന്ന് നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ പോവുകയാണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം 57 കിലോമീറ്ററാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ദൂരം. അവിടേക്ക് പോകുന്ന വഴികളെല്ലാം നല്ല മനോഹരമായ വഴികളാണ്. ഇത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. തീക്കോയി എന്നൊരു സ്ഥലമുണ്ട് ഈരാറ്റുപേട്ട പോകുന്ന വഴിക്ക്. അതിന് അടുത്താണ് ഈ ഇല്ലിക്കൽ മലയുള്ളത്. നമ്മളിന്നിപ്പം അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ പോയാൽ വാഗമൺ പോകാൻ പറ്റും. ഇവിടുന്ന് വലത്തോട്ട് ഏകദേശം 5 കിലോമീറ്റർ ഈ വലത്തോട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിലെത്താൻ പറ്റും. ചെറിയ വഴിയാണെങ്കിലും നല്ല വൃത്തിയുള്ള വഴിയാണ്. ഈ വഴി ഏകദേശം ഒരു 2 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യൂ പോയിൻ്റ് കിട്ടും. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കുറവാണ്, പക്ഷേ അവിടെ നിർത്തി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. വീടൊന്നുമില്ല, അധികം വീടൊന്നുമില്ല. അവിടെ 1-2 വീടൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ മലയടിവാരങ്ങൾ തന്നെയാണ്. നല്ല താഴ്വാരങ്ങളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റുമായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു നിർമ്മിതി കാണാൻ പറ്റും. ഇത് വലിയ രസമാണ് കാണാൻ. 2 കല്ലുകൾ ഒരു കയറിൽ കെട്ടിത്തൂക്കിട്ട രീതിയിലാണ് നിൽക്കുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റൽ വെച്ചാൽ ഒരു റിസോർട്ടാണ്. കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തും. അവിടെ വരെ മാത്രമേ നമ്മുടെ വണ്ടിക്ക് പ്രവേശനമുള്ളൂ. പ്രൈവറ്റ് വണ്ടികൾക്ക് അവിടെ മാത്രമേ പ്രവേശനമുള്ളൂ. അവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. കാരണം മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറേ മലകൾ കാണാം. കുറേ നമുക്ക് ഈ വാഗമണിലെ മൊട്ടക്കുന്നൊക്കെ ഇവിടെ നോക്കി കാണാൻ പറ്റും. നല്ല 30 കിലോമീറ്റർ ഉണ്ട് വാഗമണിന് ഇവിടേക്ക്. പക്ഷേ ഇവിടെ നോക്കി ആ മലകളെല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകേണ്ടത് വേണമെങ്കിൽ നടന്നു പോകാം. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഉണ്ട്, നടന്നു പോകാം. അല്ലെങ്കിൽ നമുക്ക് ജീപ്പിലും പോകാൻ പറ്റും. DTPC ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിൽ അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജീപ്പിലാണ് പോകാൻ തീരുമാനിച്ചത്. ചെറിയ ടിക്കറ്റൊക്കെ ഉള്ളൂ. ഞങ്ങൾ 3 പേർക്ക് അവിടെ എൻട്രി ഫീസും ജീപ്പെല്ലാം കൂടെ 200 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. ഈ ജീപ്പ് യാത്രയും വളരെ നല്ലൊരു യാത്രയാണ്. കാരണം നല്ല റോഡാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു 3-4 ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷെ മുകളിലൊക്കെ മഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും മുകളിൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. മഞ്ഞ് മൂടി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു കാഴ്ചകളും കിട്ടത്തില്ല. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3500 അടിയോളം ഉയരത്തിലാണ് ഈ ഇല്ലിക്കൽ മലയും ഒക്കെ നിൽക്കുന്നത്. ഈ ഇല്ലിക്കൽ പാറ നിൽക്കുന്നത് 3 പാറകൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത്. അത് ഒരു പാറ കുടയുടെ ഷേപ്പിലായതുകൊണ്ട് ഒരു കുടക്കല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്, ഇവിടെയുള്ളവർ വിളിക്കുന്നത്. പിന്നെ ഒരു കല്ല് ചെറിയൊരു കൂനുള്ള കല്ലാണ്, അതിനെ കൂന് കല്ലെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ കല്ലുകൾ ഇങ്ങനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ഇവിടെ പറയുന്നത് നരകപാത എന്നൊക്കെയാണ് പറയുന്നത്. അത് എന്ന് വെച്ചാൽ 1.5 അടി വീതിയേ ഉള്ളൂ. അതിലൂടെയൊക്കെ പണ്ടൊക്കെ ആൾക്കാർ നടക്കുമായിരുന്നു. ഒരുപാട് അപകടങ്ങളുണ്ടായി, ഒരുപാട് പേര് വീണ് മരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പോൾ അവിടേക്ക് ആർക്കും പോകാൻ പറ്റില്ല, നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റുകയുള്ളൂ. ശരിക്കും നടക്കാൻ പറ്റുമെങ്കിൽ നടന്നു പോകുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഏറ്റവും നല്ലത് നടന്നു പോകുന്നതാണ്. ജീപ്പിൽ പോകുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഞെരുങ്ങിയിരുന്ന് ഒരു ജീപ്പിൽ പോകുന്നു, തിരിച്ചു വരുന്നു അല്ലാതെ നമുക്ക് നടന്നു പോകുന്ന അധികം ദൂരമൊന്നുമില്ല. അപ്പം നടന്നു പോയിരുന്നത് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇടയ്ക്ക് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അധികം വലിയ കയറ്റം അങ്ങനെ നടന്നു പോകാനൊക്കാത്ത അത്ര വലിയ കയറ്റമൊന്നുമില്ല, നമുക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളത്.
നമ്മളിപ്പം ബേസ് സ്റ്റേഷനിൽ എത്താറായി. നമുക്കിനി ഇവിടുന്നൊരു 200 മീറ്ററോളം നടന്ന് മുകളിലേക്ക് കയറണം. അതിലൊരു 50 മീറ്റർ റോഡ് അല്പം പാടാണെന്ന് നല്ല കയറാൻ പാടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടെ ചെന്ന് നമുക്ക് കാണാൻ പറ്റും, നോക്കാം. ഇപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഞങ്ങൾ വന്നപ്പോൾ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ മേഘങ്ങളും മഞ്ഞും ഒക്കെ വന്ന് മൂടുമെന്നാണ് ഇതിൻ്റെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് മുകളിലേക്ക് എന്നാൽ നമുക്ക് ഇത് കാണാൻ പറ്റുമോ നോക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല എന്താ പറയുന്നത്, മേഘക്കെട്ടുകൾ ഇങ്ങനെ പഞ്ഞിക്കെട്ടുകൾ പോലെ കിടക്കുന്ന നമുക്ക് താഴെ കാണാൻ പറ്റും. താഴെ കാണുന്നത് ഇതെല്ലാവരുടെയും കാണേണ്ടത് പാലാ ടൗണായിരുന്നു. നമുക്കിവിടെ നിന്ന് താഴെ കാണുന്നത് പാലാ ടൗണാണ്. പക്ഷേ അതിപ്പം മേഘങ്ങൾ വന്നിങ്ങനെ മൂടി പഞ്ഞിക്കെട്ടുകൾ പോലെ നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. പാലാ ടൗൺ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പം ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അതേ കാഴ്ചയാണ്. പക്ഷേ മഞ്ഞ് നല്ല രീതിയിൽ കാറ്റുണ്ട്, മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമ്മുടെ കാഴ്ചകളെല്ലാം പെട്ടെന്ന് അങ്ങ് പോകും. പിന്നെ ആ മഞ്ഞ് പൂർണ്ണമായിട്ടും പോയിട്ട് നമുക്കിതെല്ലാം കാണാനും പറ്റുകയുള്ളൂ. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ പിന്നെ മലയുടെ മുകളിൽ നീലക്കൊടിവേലി എന്നൊരു സാധനം ഉണ്ടെന്നാണ്. നമ്മളിലെ ആട് സിനിമ കണ്ടിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടെന്നാണ്, ഇവിടെ ശരിക്കും നീലക്കൊടിവേലി ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ മലയിൽ നിന്നാണ് നമ്മുടെ മീനച്ചലാറ് പല കൈവഴിയിലൂടെ വന്ന് ഇവിടെ നിന്ന് ഒന്നായിട്ട് പോയിട്ട് താഴേക്ക് പാലാ ഭാഗത്തേക്ക് ഓടുന്ന മീനച്ചലാറ് ഇവിടെ നിന്നാണ് പോകുന്നതാണ് പറയുന്നതല്ല, ശരിക്കും മീനച്ചലാറ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയല്ല ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കാണാൻ. പക്ഷേ കാറ്റ് ഭയങ്കര വില്ലനാവുന്നുണ്ട്. കാറ്റ് നമ്മളിപ്പോൾ ഈ സൈഡിൽ മേഘം വരുന്നെങ്കിൽ തന്നെ നേരെ ഇപ്പുറം സൈഡിൽ നിന്ന് നല്ല രീതിയിൽ മഞ്ഞ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പെട്ടെന്ന് മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും, കൂടുതൽ അടുത്ത് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റടിച്ചാൽ പെട്ടെന്ന് മഞ്ഞ് എന്താ പറയുന്നത്, ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് മൂടിപ്പോകും. എന്നാലും നമുക്കിനി മുകളിലേക്കൊന്ന് കയറി ചെല്ലാം. മഞ്ഞ് പൂർണ്ണമായിട്ട് മൂടുന്നുണ്ട്, നമുക്ക് കയറി പോവാം. കുറേ വഴികളിങ്ങനെ, കുറേ ഭാഗങ്ങളിങ്ങനെ എന്താ പറയുക, കല്ലുകൾ പായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കാൻ പാടില്ല. പക്ഷെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ റോഡ് മോശമെന്ന് പറയുന്നത്. ഒരു 50 മീറ്ററോളം മോശം റോഡുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോഴായിരുന്നു നമ്മൾ നേരത്തെ കണ്ട സംഭവം പെട്ടെന്ന് മഞ്ഞായിട്ട് അതെല്ലാം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാഴ്ചയിൽ നിന്നും മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മഞ്ഞ് വന്നിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. കാരണം ഇത് ഇച്ചിരി പാടാണ് നടക്കുക. കുറച്ച് പിടിച്ച് കയറാൻ ഈ കൈവരിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് കയറാൻ പറ്റും. ഈ കൈവരിയൊക്കെ ഇപ്പോൾ സ്ഥാപിച്ചതാണ് ഈ അടുത്തിടയ്ക്ക്. അതിനുമ്പോൾ കയറാനൊക്കെ നല്ല പാടായിരുന്നു. മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും സംഭവം മഞ്ഞ് ഏതാണ്ട് ഒക്കെ ആ കാഴ്ചകളെല്ലാം മറഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടത്. ഏകദേശം നമ്മുടെ കാഴ്ചകളെല്ലാം മറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വരെ ഇപ്പം നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിനപ്പുറം നമുക്ക് ആൾക്കാർ നടന്നു പോവുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരയടി വീതിയുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതായത് പാറകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതെല്ലാം ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി ഒരു സ്ഥലത്തൂടെ പോകാണ്ട്, ഒരു കട്ടക്കയം വാട്ടർഫാൾസ് എന്നാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വീഡിയോ അതാണ്. അത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇല്ലിക്കൽ കല്ലി വരുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ആ വാട്ടർഫാൾസും കണ്ടിട്ടേ പോകാവൂ. വളരെ അടുത്താണ്, ഏകദേശം ഒരു 2 കിലോമീറ്ററിനപ്പുറമാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.